ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്ത് അഭിപ്രായം വേണമെങ്കിലും കമൻറ്റുകളായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആരാൻ്റെ വീട്ടിൻ്റെ അടുപ്പ് പുകയുന്നുണ്ടോ, അവിടെ ഇന്ന് മേടിച്ചിരിക്കുന്നത് മത്തിയാണോ, ചാളയാണോ, കൊഞ്ചാണോ, അതോ ഒന്നുമില്ലേ, വല്ലവരും കടം മേടിച്ചാണോ വെച്ചിരിക്കുന്നത്, മീൻകാരൻ തന്നെ കൊണ്ട് കൊടുത്തതാണോ, അതോ ഇവർ ചന്തയിൽ പോയി മേടിച്ചതാണോ, ഇത് എത്ര പേര് പങ്കിട്ട് കഴിച്ചു, ആർക്കൊക്കെ കൊടുത്തില്ല, ആർക്കൊക്കെ കഷ്ണം കൂടുതൽ കിട്ടി എന്നൊക്കെ ഇങ്ങനെ കണ്ടവൻ്റെ അടുക്കളയിലും കണ്ടവൻ്റെ വീട്ടിലും എത്തി നോക്കി വ്ലോഗ് ചെയ്ത് സ്വന്തം കുടുംബത്തെ അരിയടിക്കുന്ന ഒരു മഹാനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അതായത് അതുൽ എന്ന ബ്ലോഗർ. കാണുന്ന എല്ലാവരുടെയും വീട്ടിൽ കയറി കളിച്ച് അവസാനം ചേട്ടൻ ഇപ്പോൾ 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് മക്കളെ. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും പരിചിതനും സുപരിചിതനാണ് ഈ ബിബി എന്ന് പറയുന്നത്. ബിബി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ല കേട്ടോ, ബഷീർ അറിയാമല്ലോ. 2 ഭാര്യമാരെ 2 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ഒരു കുടുംബത്തിൽ തന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ ബഷീറിൻ്റെത്. അവരുടെ A to Z കാര്യങ്ങൾ അവർ തന്നെ വ്ളോഗുകളായിട്ട് എല്ലാം നമ്മളെ അറിയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയ വഴി തന്നെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അത്ഭുതമാണ് ഇവരുടെ ലൈഫ്. കാരണം 2 ഭാര്യമാരും ഒരു പരാതിയോ പരിഭവം ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മൂത്ത അതിൽ 2 മക്കൾ, രണ്ടാമത്തേൽ ഒരു കുഞ്ഞ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് അവരുടെ ലൈഫ് പോകുന്നത്. ഈ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ഈ രണ്ടാമത്തെ ഭാര്യയും ബഷിയും കൂടെ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയതിന് ശേഷം മൂത്ത വൈഫ് ഒരു വീഡിയോ ഇട്ട്, അപ്പോൾ ഇന്ന കണക്ക് അവർ പുറത്ത് പോയിരിക്കുകയാണ്, ഞാൻ പോയിട്ടില്ല, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ ഇതിനെ ചൊല്ലി വേറൊരു ബ്ലോഗർ അതും ഇതേ കണക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന എന്ത് കിട്ടുന്ന കാത്തിരിക്കുന്ന ബ്ലോഗറുണ്ട്. അവളെ പേര് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല. നോക്കിയിരുന്നിട്ട് മൂത്ത ഭാര്യയുടെ മുഖത്ത് ഭയങ്കര വിഷമം, അവർക്ക് നിരാശയുണ്ട്, ഇവരെ ഉപേക്ഷിച്ചിട്ട് ആ ഇളയ വൈഫിനെയും കൊണ്ട് പോയി എന്നുള്ള രീതിയിലായിരുന്നു അവരൊരു വീഡിയോ ഇട്ടിരുന്നത്. ആ വീഡിയോ കണ്ടിട്ടാണോ അല്ല അതിന് മുമ്പാണോ എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഈ അതുൽ ചേട്ടനും ബഷീർക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരെ മെൻഷൻ ചെയ്ത് ആ വീഡിയോ മെൻഷൻ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവന് 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ കിട്ടി. ഇപ്പം രേണുസുതി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട നിരാലംബയായ ഒരു പെണ്ണിനെ വീട്ടിൽ കയറി ചെകഞ്ഞ് മാന്തി എല്ലും കഷ്ണങ്ങൾ വരെ എടുത്ത് വ്ലോഗ് ചെയ്ത് കാശുണ്ടാക്കി അവന് ഇതിൽ പണി കിട്ടി എന്ന് പറഞ്ഞാൽ ഇവനെതിരെ ഈ ബഷി കൊണ്ടു ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 4 or 5 പരാതി മാത്രം ആയിട്ടുണ്ട് ഈ അതുലിൻ്റെ പേർക്ക്. അപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും ചെയ്യുന്ന അത് തന്നെ. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാനും ചെയ്യുന്ന വ്ളോഗല്ലേ, നീയും കണ്ടവൻ്റെ എടുത്ത് ഇട്ടിട്ടല്ലേ വീട്ടിൽ അരി മേടിക്കുന്നതെന്ന്. ഞാൻ ചെയ്യുന്നതിനകത്തൊരു സത്യസന്ധതയുണ്ട്. ഒരാളെ ഇറിറ്റേറ്റ് ചെയ്ത് ഒരാളെ അങ്ങ് അപമാനിച്ചിട്ട് അവരെ വീട്ടിനകത്ത് എന്ത് കിടന്ന് A to Z ഊണിലും ഉറക്കത്തിലും എല്ലാം ഒരാളുടെ കാര്യം മാത്രം ചിന്തിച്ച് നടന്ന് അവരെ ഹറാസ് ചെയ്ത് അവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്കറിയാവുന്ന സത്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അതിൽ യാതൊരുവിധ കുറ്റബോധവും തോന്നില്ല. ഇനി പറയുന്നവന്മാരോ കിടന്ന് പറഞ്ഞാലും നെവർ മൈൻഡ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഞാനിത് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ അതുലിൻ്റെ അടുത്ത് പറയാനുള്ളത്, താങ്കൾ വ്ളോഗ് ചെയ്തോളൂ, വ്ളോഗ് ചെയ്യേണ്ടതൊന്നും ആരും പറയുന്നില്ല. ഈ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ആയാലും യൂട്യൂബ് ആയാലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 100 വീഡിയോ താൻ ഇട്ടിട്ടുണ്ടെങ്കിൽ 99 വീഡിയോയും രേണുസുതിയെ കുറിച്ചിട്ടുള്ളതാണ്. അതിലേതെങ്കിലും ഒരെണ്ണം നല്ലതുണ്ടോ? അവർ ചെയ്ത നന്മകൾ എന്തെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടോ? അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ തോണ്ടി തുരന്ന് എടുത്ത് ഇല്ലാത്തവനെ കൊണ്ട് ഇൻ്റർവ്യൂ എടുപ്പിച്ച് അവനെ കൊണ്ട് നെഗറ്റീവ് പറയിച്ച് ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പണികൾ ദൈവം തരും എന്നുള്ളത് മറക്കരുത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ, പാവത്തിങ്ങൾക്ക് നിരാലംബയായ ആൾക്കാർക്ക് കൂട്ടായി നിൽക്കുന്ന ആരാന്നറിയാമോ? ദൈവം എന്ന് പറയുന്ന ശക്തിയാണ്. അതുകൊണ്ട് ആ ശക്തിയെ കഴിഞ്ഞ് വേറൊരു ശക്തി ഇല്ല ഒരു മനുഷ്യൻ്റെ. വ്ളോഗ് ചെയ്തായാലും എന്തോ ചെയ്താലും ഭാഗൊണ്ടടിച്ചാലും സാമർത്ഥ്യം കാണിച്ചാലും ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് മേളൊരു ശക്തി ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. എനിക്ക് തന്നോടൊരു വൈരാഗ്യം ഒരു വിദ്വേഷം ഒരു ഉണ്ടയുമില്ല. പക്ഷേ തൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തുമാത്രം ഇറിറ്റേഷനാണെന്ന് അറിയാം. തനിക്ക് എന്തോരം ആൾക്കാർക്ക് ഇപ്പോൾ താൻ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളൊക്കെ എന്തായാലും താൻ വായിക്കാതെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ തനിക്ക് വരുന്ന നെഗറ്റീവുകൾ. അപ്പോൾ കുറച്ചൊക്കെ നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യും. എല്ലാം ഒരു വീട്ടിൽ ചെന്ന് കയറി എല്ലാം അങ്ങ് അവരുടെ നെഗറ്റീവ് മാത്രം ചകഞ്ഞ് നിൽക്കാതെ
പോസിറ്റീവും കൂടെ കാണും. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ തന്നെ താനിട്ട് ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച രേണുസുതി അവർക്ക് മാത്രമാണ് വീട് കൊടുത്തത്. എന്താ ഒരു വാടകയ്ക്ക് നമ്മളൊരു വീടെടുത്താൽ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ബന്ധുക്കളാർ വീട്ടിലോട്ട് കയറരുത് എന്ന് പറഞ്ഞ് അവരെ ആട്ടിച്ചോട്ടിക്കാൻ പറ്റുമോ? എന്നിട്ടും പറഞ്ഞ് കണ്ട ചപ്പും ചവർണ്ണയില്ല. അത് തന്നെയാണ് താനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടാൻ പോണ ഏറ്റവും വലിയ ശിക്ഷ കിട്ടാനുള്ള തൻ്റെ വാക്ക്, ചപ്പും ചവറും. എന്നിട്ട് തങ്കച്ചൻ എന്നും പറഞ്ഞ് ഇവിടെ എടുത്തും പറഞ്ഞു. എടോ ഈ പാവത്തുങ്ങളായിരിക്കും ചിലപ്പോൾ മക്കളെ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ ഹൈലയിൽ വളർത്താൻ പറ്റിയിട്ടില്ലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ തള്ളയെന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ്, അവരുടെ ഏറ്റവും വലുത് തന്നെയാണ്. അവരുടെ മനസ്സ് ഇപ്പം തന്നെ നേരെ പ്രതികരിച്ച് വരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് താനത് അങ്ങ് വിട്ടുപോയി. എനിക്ക് അത്രയും വ്യൂ കിട്ടി, അതിനകത്തുനിന്ന് എനിക്ക് വരുമാനം കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കരുത്. അത് അനുഭവിക്കാനുള്ള യോഗം കൂടി നമുക്കുണ്ടാവണമെങ്കിൽ കുറച്ച് നന്മയും കൂടി അതിനകത്ത് വേണം. സത്യസന്ധമായിട്ട് പറയാം, ആ ഒരു വേർഡ് താൻ യൂസ് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര മോശം. തനിക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം താനും മറക്കരുത്. ഇപ്പം തൻ്റെ ഭാര്യ, താൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തൻ്റെ ഭാര്യയുടെ വീട്ടിൽ തൻ്റെ അച്ഛൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉള്ളവർ ചവർ വന്ന് എന്ന് പറഞ്ഞാൽ തനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുമത്? അതേപോലെ തന്നെ ഇത്രയും ഈ ലോകമെമ്പാടുള്ള ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് താൻ ഒരു പിതാവിനെ ഇത്രമാത്രം ആക്ഷേപിച്ച് സംസാരിച്ചത്. നിങ്ങൾ പറയുക, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹവും കരങ്ങളും ഇവരുടെ ഈ കുടുംബത്തിനുണ്ടായിരിക്കും. ഞാൻ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും ഇവളെ വെളുപ്പിക്കാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് ആരും പൊങ്കാല ഇടാൻ വരണ്ട. നേരിട്ട് അറിയാവുന്നതും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. രേണുസുതി ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ജയിച്ച് വിന്നറായി കപ്പ് കിട്ടിയാലും എനിക്കൊരു പ്രയോജനമില്ല, ഇടയ്ക്ക് വെച്ച് ഔട്ടായി പുറത്ത് വന്നാലും എനിക്ക് പ്രയോജനമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതി എനിക്ക് കുറച്ച് കാലമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അവളുടെ സ്വഭാവവും ക്യാരക്ടറും എനിക്ക് അറിയാവുന്നത് കൊണ്ടും മാത്രമാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി പ്രതികരിക്കുന്നത്. മാത്രമല്ല താൻ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ആ ഫേസ്ബുക്കിലുള്ള കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കേ. എനിക്ക് വരുന്ന കമൻറ്റുകളിലും 99% പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ളവരുടെ വായിൽ നിന്ന് ചീത്തവിളി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പം അതുലെന്ന് പറയുന്ന ബ്ലോഗർക്കെതിരെ ഞാൻ ഇടുന്ന വീഡിയോയിൽ ചില ചൊറിച്ചികൾ വന്നുകൊണ്ട് ചൊറിയുന്നുണ്ട്. അവൾ കൊടുത്തിട്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള വേർഡ്സുകളൊക്കെ അതിൽ ഉപയോഗിക്കുന്ന. അപ്പോൾ അതിനകത്തുള്ള ഫലം എന്താണെന്ന് വെച്ചാൽ ഇവരും ആ കാറ്റഗറിപ്പെട്ടതായിരിക്കുമല്ലേ, അതുകൊണ്ടല്ലേ അവർക്കത് അറിയാൻ പറ്റുന്നത്. ഏത് കൊടുത്ത് പറയിപ്പിക്കുന്ന, കൊടുത്ത് ചെയ്യുന്ന കൊടുപ്പ് എന്താണെന്നുള്ളതാണ് അതിലുള്ള ഹൈലൈറ്റ്. അപ്പോൾ അവരങ്ങനെ കഴിയുന്നതും അവരങ്ങനെ ചെയ്ത് ജീവിക്കുന്നതും കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അങ്ങനെ വന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ശക്തമായ നിലപാട് ഇത് തന്നെയാണ്. നെഗറ്റീവ് ആരെന്തിട്ട് പറഞ്ഞാൽ എനിക്കറിയാവുന്ന പേഴ്സണൽ എനിക്കറിയാവുന്ന കുടുംബത്തിൽ കയറി ആര് ചൊറിയാൻ വന്നാലും അവർക്കെതിരെ വീഡിയോ ഇടുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാനത് ഇനിയും ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട്സിനൊക്കെ ഒരു ചെറിയ സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് മറ്റേ രേണുസുതി കൊണ്ട് കൊടുത്തപ്പോൾ അവിടെ ചെന്ന് ഹൂ എന്ന് പറഞ്ഞ് പോയ കണക്കുള്ള കേസൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. നല്ല വ്യക്തമായിട്ട് നല്ല സ്ട്രോങ് കേസ് തന്നെയാണ് അതിന് നേരെ പോയിരിക്കുന്നത്. ഒന്നല്ല, അവൻ ഇപ്പോൾ മൊത്തത്തിൽ 4-5 കേസായിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങിയിട്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കും. വ്ളോഗ് ചെയ്യുന്നു, ഒരാളെ ഇങ്ങനെ മാത്രം ഒരു സമൂഹത്തിൽ ഇത്രമാത്രം ആക്ഷേപിച്ച് അങ്ങ് താൻ മാത്രമല്ല ഒരുപാട് ആൾക്കാരെ കാര്യം പറയുന്നു. ഒരുപാട് ആൾക്കാർ ഈ ലോകത്തെങ്ങും ഇതുപോലെ രേണുസുതി എന്ന് പറയുന്ന പോലെ ഒരു പെണ്ണില്ല. എല്ലാവരുടെയും സ്വന്തം കുടുംബത്തിൽ തന്നെ ചകഞ്ഞു നോക്കി ഇഷ്ടം പോലെ കിട്ടും. ഇഷ്ടം പോലെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളത് ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അറിയാവുന്നിടത്തോളം കാലം ഞങ്ങൾ അവളെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഓക്കെ, അതേ കണക്ക് നിമിഷ ബിജു എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തി ഇപ്പോൾ അങ്ങ് സോഷ്യൽ മീഡിയ കിടന്നങ്ങ് മെഴുകുവാങ്ങ്. രേണുസുതിക്ക് സ്റ്റാൻഡില്ല, നിലപാടില്ല, കള്ളത്തരം പറയുന്നു, ചാടി നിൽക്കുന്നു, പഴയ സ്വഭാവമല്ല. ഈ നിമിഷ വിജയന് ഈ രേണുസുതിയായിട്ടുള്ള ബന്ധം എത്രത്തോളം ആണെന്നറിയാമോ? അപ്പം അന്ന് ആ സുധിച്ചേട്ടൻ്റെ ആണ്ടിന് വീട്ടിൽ വന്ന് കണ്ട 2 മണിക്കൂർ നേരത്തുള്ള ഫ്രണ്ട്ഷിപ്പും ബന്ധവും മാത്രമേ ഉള്ളൂ. ഇവർ ഈ സുധി എന്ന് പറയുന്ന രേണു എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടും പരിചയപ്പെട്ടു അറിഞ്ഞത് ആ ഒരു സമയം മാത്രമാണ്. അതിനു മുമ്പേ എനിക്ക് രേണുവിനെ എനിക്ക് പരിചയമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പിന്നെ ഈ നിമിഷം പറയുന്നത് സൂചേട്ടനെ അറിയാം, മുമ്പ് കണ്ടിട്ടുണ്ട്, അവർ സംസാരിച്ചിട്ടുണ്ട്, ഒരു ഫ്രണ്ട്സാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ രേണുവിൻ്റെ കാര്യം ഞാൻ പറയാം, രേണുവിൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നെന്ന് പറയാൻ ആധികാരികമായിട്ട് പറയാനോ സ്റ്റാൻഡ് ഇല്ലെന്ന് പറയാനോ ഞുണച്ചിയെന്ന് പറയാനോ ഒരവകാശം ഒരധികാരവും ഈ നിമിഷ എന്ന് പറയുന്നവർക്കില്ല. പിന്നെ ഈ പലരും വന്നിട്ട് സ്വന്തം അച്ഛനും അമ്മയും മാനവും ഇല്ലാതെ വീട്ടിനകത്ത് കയറി കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ കൊച്ചിനെ നോക്കാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മായും അപ്പായും നിൽക്കുമ്പോൾ 10 പേര് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാം, നിങ്ങളോ നോക്കാൻ എൻ്റെ കൊച്ചിനെ. ആ ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ് പറഞ്ഞ് കൊച്ചിനെ അങ്ങ് കണ്ടവളുമാർക്ക് വിട്ടുതരാനല്ല. അപ്പം നിമിഷം അറിയുന്നത് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചൊരു തീരുമാനം എടുത്ത് കുഞ്ഞിനെ കൊണ്ടുവരാൻ. സ്വന്തം കുഞ്ഞെന്തിയടി,
സ്വന്തം കുഞ്ഞെന്ത് ചെയ്യും? ആദ്യം അതിനെ നോക്ക്, കൂടെ നിർത്തി നോക്ക്, എന്നിട്ട് മറ്റുള്ളവരെ കുഞ്ഞിനെ കൊണ്ടുവരാനും അവരെ കുറ്റം പറയാനും ശ്രമിക്കും. നീ എന്നൊക്കെ പറഞ്ഞ് വളരെ നിലപാടും സ്റ്റാൻഡും ഉള്ള വ്യക്തികളാണ്, അത് സത്യമാണ്. ഇതിൽ വന്നിടം തൊട്ട് ഇപ്പം ഈ നിമിഷം വരെ ഒറ്റ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കുക, അറിയാമല്ലോ, ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കുക. അതിന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പം തൻ്റെ കൂടെ അങ്ങാണ്ട് ഈ സ്റ്റാൻഡിൽ വരാമെന്ന് രേണു പറഞ്ഞിട്ട് എനിക്ക് ഇനി അങ്ങനെ വൾഗറുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് മാറിയത് കൊണ്ടാണോ അവൾ ഡബിൾ സ്റ്റാൻഡ് ആയതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ദേ അച്ചു എന്ന് പറയുന്ന കൃമിക്കും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വോട്ട് ചോദിച്ചുകൊണ്ട് രേണു ഇട്ടതിന് അങ്ങ് മെൻഷൻ ചെയ്ത് പിൻ ചെയ്ത് ലാലേട്ടനും പിൻ ചെയ്ത് ബിഗ് ബോസിലൊക്കെ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞവൾ ഈ വീഡിയോ കണ്ടോ കണ്ടില്ലയോ റിയാക്ഷൻ ഒന്നും കാണുന്നില്ല. ഈ വീഡിയോ അതൊക്കെ കണ്ട അവളൊക്കെ കണ്ണടയ്ക്കും. കാരണം അതിലൊന്നും കുഴപ്പമില്ല, രേണു സുധി ഉണ്ടെങ്കിലേ ജയിക്കൂ. എന്ത് ജയിക്കൂ? വ്യൂ കിട്ടൂ, റീച്ച് ആവൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ചെറിയൊരു സന്തോഷമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. வாழ்க்கை போகுதே மூஞ்சியே மூஞ்சியே மூஞ்சி 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 மூஞ்சுதே எப்படி யா